Okay, good morning. Permutation and combination ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. Permutation എന്ന് പറയുന്ന arrangement of numbers ആണ്. Combination is selection of numbers or objects ആണ്. Permutation ലേക്ക് ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പറഞ്ഞിരുന്നു. ഒരു ഇവന്റ് m തരത്തിൽ, മറ്റൊരു ഇവന്റ് n തരത്തിൽ, വേറൊരു ഇവന്റ് p തരത്തിൽ നടക്കും എന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ഒരുമിച്ച് നടക്കാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് m ഇൻറ്റു n ഇൻറ്റു p എക്സെട്ര ആണ്. അത് വെച്ച് നമ്മൾ കുറച്ച് പ്രോബ്ലം ചെയ്തു. ദെൻ വി കെയിം ടു പെർമിറ്റേഷൻസിന്റെ ഫോർമുല NPR എന്ന് പറയുന്ന എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? What is NPR? N factorial by n factorial by n minus r factorial. R factorial. NPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you have n objects and you are taking R at a time. അതുപോലെ NPN, you have n objects and you are taking n at a time. This is n factorial ആണ്. Then factorial എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. Continued product from 1 to n ആണ്. Continued product of natural numbers from 1 to n. അത്രയൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്നലെ ഞാൻ തന്നിരുന്ന നോട്ടിൽ ഏറ്റവും അവസാനത്തെ, അതായത് നോട്ട് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തോ നിങ്ങള്? നോട്ട് കംപ്ലീറ്റ് ചെയ്തു. അതിൽ 8ാമത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പെൻസിൽ എന്ന് പറയുന്ന ഒരു വേർഡ് പെർമ്യൂട്ട് ചെയ്യണം. ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് പെൻസിൽ ബി അറേഞ്ച്ഡ് സോ ദാറ്റ് n ഈസ് ഓൾവേസ് നെക്സ്റ്റ് ടു e. n is always next to e. So വെറുതെ പെൻസിൽ എന്ന് പറയുന്ന ഒരു വേർഡ് പെർമ്യൂട്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇതെല്ലാം സെപ്പറേറ്റ് ലെറ്റേഴ്സ് ആണ്, ഡിഫറെന്റ് ലെറ്റേഴ്സ് ആണ്. പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ പെർമ്യൂട്ടേഷൻ എത്ര തരത്തിലാണ്? എത്ര തരത്തിലാണ്? 6 ഫാക്ടോറിയൽ എന്ന് നമ്മൾ പറയും. പക്ഷെ ഇത് 6 ഫാക്ടോറിയൽ വേസിലല്ല. ദേ ഹാവ് എ കണ്ടീഷൻ. n ഈസ് ഓൾവേസ് നെക്സ്റ്റ് ടു e എന്നാണ് പറയുന്നത്. ഓക്കെ, n എപ്പോഴും ഈടെ അടുത്തിരിക്കണം. അത് അപ്പുറത്തിരുന്നാലും കുഴപ്പമില്ല, ഇപ്പുറത്തിരുന്നാലും കുഴപ്പമില്ല, ഇവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ തരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ എന്നും ഇയും കൂടെ എടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് അങ്ങോട്ട് കൂട്ടിക്കെട്ടുക. So that it becomes 1. Okay, you consider this as 1. മനസ്സിലായോ? എന്നും ആരെയൊക്കെ നമുക്ക് ഒരുമിച്ചിരുത്തണോ? ഇപ്പൊ ഇവിടെ 2 ലെറ്റേഴ്സ് ആണ്, ചിലപ്പോ 3, 4, 5 ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ ഒരുമിച്ചിരിക്കുന്നവരെ ആദ്യം ഒരു കയറിട്ട് അങ്ങോട്ട് കെട്ടിവെക്കുക. അപ്പൊ അതിനെ 1 ആയിട്ട് കൺസിഡർ ചെയ്യുക. പിന്നെ മിച്ചം ഇവിടെ ആരൊക്കെയുണ്ട്? P ഉണ്ട്, C ഉണ്ട്, I ഉണ്ട്, L ഉണ്ട്. അപ്പൊ ഇത് 1, 2, 3, 4, 5 ഒബ്ജക്ട്സ് ആയി ഇപ്പൊ നിലവിൽ. ഇപ്പൊ ഈ 5 ഒബ്ജക്ട്സിനെ നമ്മൾ എത്ര തരത്തിൽ പെർമ്യൂട്ട് ചെയ്യും? 5 ഫാക്ടോറിയൽ വേസിൽ അല്ലേ? അതെ. പിന്നെ ഈ എന്നും ഇയും എപ്പോഴും അടുത്തടുത്തിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. n ഇയും ഉണ്ട്, e n ഉണ്ട്. ഓക്കെ, റിച്ചയാണോ ഈ തുറന്നു വെച്ചേക്കുന്നത്? ഒന്ന് മ്യൂട്ട് ചെയ്തേ റിച്ച. സോ NE എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റും ഉണ്ട്, അതുപോലെ EN എന്ന് പറയുന്ന അറേഞ്ച്മെന്റും ഉണ്ട്. ഇവിടെ 2 എണ്ണേ ഉള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എഴുതി കാണിക്കാം. അപ്പൊ PNECIL എന്ന് പറയുന്നു, PENCIL എന്ന് പറയുന്നതും 2 ഡിഫറെന്റ് പെർമ്യൂട്ടേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ എടുക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ യു ഹാവ് 2 ഒബ്ജക്ട്സ് ആൻഡ് യു ആർ ടേക്കിംഗ് 2 at a time. സോ 2p2 വേസിൽ എന്നും ഇയും നമുക്ക് പെർമ്യൂട്ട് ചെയ്യാം. അപ്പൊ 2p2 എന്ന് പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ വേസ് ആണ്. അപ്പൊ ഓരോ എലമെന്റ് ഇപ്പൊ ഈ ഒരു കണ്ടീഷനിൽ തന്നെ നിങ്ങൾക്ക് 2 തരത്തിൽ എഴുതാം. അങ്ങനെ 5 ഫാക്ടോറിയൽ വേസിൽ നമുക്ക് ഓൾറെഡി ഇവരെ എല്ലാം മാറ്റി എഴുതാം. അവിടെ എല്ലാം 2 times
എന്നും ഇയും കൂടെ ഉള്ള ഒരു പെർമിറ്റേഷൻ വരുന്നുണ്ട്. അവരുടെ ഓർഡർ മാറി വരുമ്പോഴും യു ആർ ഗെറ്റിംഗ് എ ഡിഫറെന്റ് പെർമിറ്റേഷൻ. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഇത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ് ആക്ച്വലി അപ്ലൈ ചെയ്യുന്നത്. എന്നും ഇയും പെർമ്യൂട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി 2 ഫാക്ടോറിയൽ ആണ്. എന്നും ഇയും ഓരോ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഈ 5 മിച്ചമുള്ള 5 ഒബ്ജക്ട്സിനെ പെർമ്യൂട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി 5 ഫാക്ടോറിയൽ ആണ്. സോ 5 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഓർ 120 ഇൻറ്റു 2 240 വേസിൽ നമുക്ക് പെൻസിൽ എന്ന് പറയുന്ന ഈ വേർഡിലെ ലെറ്റേഴ്സിനെ പെർമ്യൂട്ട് ചെയ്യാം, വേർ n ഈസ് ഓൾവേസ് നെക്സ്റ്റ് ടു ഇ. അത് ആ 240 വേർഡ്സിൽ എപ്പോ നിങ്ങൾ എവിടെ എടുത്താലും n ഇയുടെ അടുത്തായിരിക്കും. അങ്ങനെ അല്ലാത്തത് 6 ഫാക്ടോറിയൽ ആണ് ആക്ച്വലി. വെറുതെ പെൻസിലിന്റെ പെർമിറ്റേഷൻ എന്ന് പറയുന്നത് 6 ഫാക്ടോറിയൽ ആണ്. പക്ഷെ ഇതല്ല നമുക്ക് ഇവിടെ വേണ്ടത്. നമുക്ക് വേണ്ടത് number of permutations of pencil when n is always next to e. അപ്പൊ അതൊരു പർട്ടിക്കുലർ കേസ് ആണ്. അങ്ങനെയുള്ളത് നമ്മൾ ഇനിയിപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു കഴിയുമ്പോഴത്തേനും വേറെ അങ്ങനത്തെ പ്രോബ്ലത്തിലേക്ക് വരും. വിൽ ഡിസ്കസ് ദാറ്റ് മോർ. പിന്നെ ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് എലമെന്റ്സിനെയാണ് കണ്ടത്. ഇനി അതല്ല, എപ്പോഴും ഡിഫറെന്റ് ആവണമെന്നില്ല. ഇപ്പൊ യു ടേക്ക് ദ ലെറ്റർ മാത്തമാറ്റിക്സ്, അല്ല വേർഡ് മാത്തമാറ്റിക്സ്. ഇതിനകത്ത് നമുക്ക് എം 2 ഉണ്ട്, എ 2 ഉണ്ട്, ടി 2 ഉണ്ട്. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഉള്ള ഒരു ഇതിന്റെ നമ്പർ എണ്ണി എടുത്തു കഴിഞ്ഞാൽ അത്രയും പെർമിറ്റേഷൻസ് കാണില്ല. ഇപ്പോ ഒരു സിമ്പിൾ വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡർ റൂട്ട്. റൂട്ട് എന്ന് പറഞ്ഞ ഒരു വേർഡ് കൺസിഡർ ചെയ്യാണ്. ഇതിന്റെ പെർമിറ്റേഷൻസ് എടുക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന വിധത്തിലാണെങ്കിൽ നിങ്ങളിപ്പോ പറയും 4 ഫാക്ടോറിയൽ വേസിൽ ഇതിനെ പെർമ്യൂട്ട് ചെയ്യാം എന്ന് പറയും. 4 ലെറ്റേഴ്സ് ഉണ്ട്, യു ആർ ടേക്കിംഗ് 4 അറ്റ് എ ടൈം. പക്ഷെ ആക്ച്വലി 4 ഫാക്ടോറിയൽ വേസ് ഉണ്ടോ? നിങ്ങൾ ഈ ഫസ്റ്റ് ഓയ്ക്ക് 1 എന്നും ഇതിന് 2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ RO1O2T എന്ന് എഴുതുന്നതും RO2O1T എന്ന് എഴുതുന്നതും ഒരുപോലെ തന്നെയല്ലേ? അല്ലേ? 1ഉം 2ഉം നമ്മൾ അവിടെ എഴുതുന്നില്ല. പക്ഷെ നിങ്ങൾ ആദ്യത്തെ ആളെ രണ്ടാമത് വെച്ചിട്ട് രണ്ടാമത്തെ ആളെ ആദ്യമേ എടുത്ത് വെച്ചാലും is there any change in the word? ഇല്ല. സോ ആക്ച്വലി ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്ന? ഓ എന്ന് പറയുന്ന വേർഡ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും ടൈംസ് ആ 2 പ്രാവശ്യം അല്ലെ ആ 2 ഓകൾ പെർമ്യൂട്ട് ചെയ്യുന്ന അത്രയും ടൈംസ് നമ്മൾ ഇതിൽ നിന്ന് മാറ്റണം. ഇവര് 2 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അത് 2 ഫാക്ടോറിയൽ ബേസിലാണ് ആ 2 ഓയെ നമ്മൾ ഓരോ ഇപ്പൊ TO1O2 R എന്ന് പറയുന്നതും TO2O1 R എന്ന് പറയുന്നതും ഡിഫറെന്റ് ആണ്. ഐ മീൻ സോറി സെയിം ആണ്. ദെൻ TO1 RO2 എന്ന് എഴുതുന്നു. ഇറ്റ്സ് ദ സെയിം ആസ് TO2 RO1. ഈ 1ഉം 2ഉം ഒന്നും ഇവിടെ ഇല്ല, നമ്മൾ എഴുതുമ്പോൾ ലെറ്റർ മാത്രമേ ഉള്ളൂ. സോ ഇങ്ങനെ എല്ലായിടത്തും ഏത് പെർമിറ്റേഷൻ നമ്മൾ ഈ 4 ഫാക്ടോറിയൽ പെർമിറ്റേഷനിൽ ഏതെടുത്താലും അതിനകത്ത് 2 ഫാക്ടോറിയൽ വേസിൽ, അതായത് ഓ 2 എണ്ണം ഉണ്ട് ആൻഡ് യു ആർ ടേക്കിംഗ് 2 അറ്റ് എ ടൈം, 2p2 2 ഫാക്ടോറിയൽ വേസിൽ ഇത് റിപ്പീറ്റ് ചെയ്താണ് വരുന്നത്. അപ്പൊ അത്രയും പേരെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റണം. സോ റൂട്ട് എന്ന് പറയുന്നതിന്റെ പെർമിറ്റേഷൻ ആക്ച്വലി വരിക 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ആണ്, വേസിലാണ്. അതായത് നിങ്ങൾക്ക് n ഒബ്ജക്ട്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഓരോ ഒബ്ജക്റ്റ് p ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. സോ അതിന്റെ പെർമിറ്റേഷൻ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ p ഫാക്ടോറിയൽ ആയിരിക്കും. അപ്പൊ ചിലപ്പോ പല നമ്പേഴ്സ്, ഇപ്പൊ ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡ് ഇതെടുക്കാണ്. ഇതിനകത്ത് പലരും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. M 2 പ്രാവശ്യം ഉണ്ട്, A 2 പ്രാവശ്യം ഉണ്ട്, T 2 പ്രാവശ്യം ഉണ്ട്. പിന്നെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ ഈ 3 ലെറ്റേഴ്സ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഇത് എത്രയുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 വേർഡ്സ് ഉണ്ട്. സോ n എന്ന് പറയുന്നത് 11 ആണ്.
ഇറ്റ് ഈസ് 11 ഫാക്ടോറിയൽ ബൈ എം കൊണ്ടുള്ള റെപ്പറ്റീഷൻ നമ്മൾ മാറ്റണം. അപ്പൊ ബൈ 2 ഫാക്ടോറിയൽ ആയി. എ 2 പ്രാവശ്യം വരുന്നതിന്റെ റെപ്പറ്റീഷൻ ഈ 11 ഫാക്ടോറിയൽ വരുന്നുണ്ട്, അതും മാറ്റണം. വീണ്ടും 2 ഫാക്ടോറിയൽ ആയി. ടി കൊണ്ടുള്ള റെപ്പറ്റീഷൻസ് നമ്മൾ ക്യാൻസൽ ചെയ്യണം. സോ ദിസ് ഇസ് ഹൗ യു ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർമിറ്റേഷൻസ് ഓഫ് ഒബ്ജക്ട്സ് വെൻ ഒബ്ജക്ട്സ് ആർ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിന്റെ പെർമിറ്റേഷൻ കാണണമെങ്കിൽ ഒരെണ്ണം ഉള്ളെങ്കിൽ യു ടേക്ക് ദിസ് വൺ. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ n ഫാക്ടോറിയൽ ബൈ ഇപ്പൊ എന്താണ് p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും പ്രാവശ്യം നമ്മൾ അതിന്റെ ആ റെപ്പറ്റീഷൻസ് ക്യാൻസൽ ചെയ്യണം. എപ്പോഴും 2 തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ഓരോ പ്രോബ്ലം വരുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. സോ ഏതെങ്കിലും ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ഫാക്ടോറിയൽ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അത്ര ആലോചിച്ചാൽ മതി. So we'll do one problem. ഏതാണ്? In how many different arrangements can be made from the word engineering? ഒരു പേപ്പർ കയ്യിലുണ്ടെങ്കിൽ you can do. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വേർഡ്സിൽ എത്ര ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കാം? എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കാം? എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് ആദ്യം നോക്കുക. എത്രയുണ്ട്? 11. അവിടെ ലെറ്റേഴ്സ് 11 ഉണ്ട്. സോ ദിസ് ഇസ് 11 ഫാക്ടോറിയൽ. പിന്നെ ഈ എത്ര ഉണ്ടെന്ന് നോക്കുക. 1, 2, 3. ഈ 3 ഉണ്ട്. n 3 ഉണ്ട്. g 2 ഉണ്ട്. i 2 ഉണ്ട്. ആരാ? പിന്നെ ഉള്ളത് 6 ആണ് അല്ലേ? 6 1 അത് നമുക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പൊ 3 3 6 4 10 1 11 ആയി. ക്രോസ് ചെക്ക് ചെയ്യുകയോ കൂടെ ചെയ്യാം. നമ്മുടെ എല്ലാരും വന്നു. സോ ടോട്ടൽ പെർമിറ്റേഷൻ, ടോട്ടൽ ഡിഫറെന്റ് പെർമിറ്റേഷൻ എന്ന് പറയുന്നത് 11 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണ്. അപ്പൊ ഇവിടെ ആവേശം മൂത്ത് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയലിനെ 9 ഫാക്ടോറിയൽ എന്നൊന്നും എഴുതി വെച്ചേക്കല്ലേ. അത് 11 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 11 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ ഈസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ്. അടുത്ത 3 1 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ്. അടുത്തത് 1 ഇൻറ്റു 2 ആണ്. അടുത്തത് 1 ഇൻറ്റു 2 ആണ്. 1 ഇൻറ്റു 2 2 എന്നൊക്കെ എഴുതുന്നതിന് കുഴപ്പമില്ല കേട്ടോ. So when you simplify this, 11 factorial, you may get ഇങ്ങനെ ഒരു നമ്പർ കിട്ടും. ഓക്കെ, അത് പിന്നെയുള്ള കാൽക്കുലേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രോസസ്സ് ശരിക്കും എഴുതാൻ പഠിക്കുക. മനസ്സിലായോ എങ്ങനെ എടുക്കുന്നു റെപ്പറ്റീഷൻ വരുമ്പോൾ എന്നുള്ളത്? മനസ്സിലായി. ഓക്കെ ഓക്കെ. So we'll do another one. ഓക്കെ, ഇൻഡിപെൻഡൻസ്. നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കൂടാം കേട്ടോ. യു ക്യാൻ ടേക്ക് എ പേപ്പർ ആൻഡ് ഡു. ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ കൃത്യമായിട്ട് പിന്നെ അയച്ചു തന്നോളാം. The word is independence. Okay. അപ്പൊ ഫസ്റ്റ് question. How many arrangements in how many arrangements? Total ഞാൻ ചോദിക്കുന്നില്ല. In how many arrangements do the words start with P? In how many arrangements do the words start with P? അപ്പൊ എന്ത് ചെയ്യണം? You have the word independence. ഇതിനകത്ത് ഡിഫറെന്റ് പെർമിറ്റേഷൻ എന്തെന്നല്ല ചോദ്യം. ഇതിനകത്തെ പെർമിറ്റേഷനിൽ എത്ര എണ്ണം പിയിൽ തുടങ്ങുന്നു? പിയിൽ തുടങ്ങണം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം? പിയെ കൊണ്ട് ആദ്യം അങ്ങ് സ്ഥാപിച്ചു വെച്ചേക്കണം അല്ലേ? പിന്നെ ബാക്കിയുള്ളവരെ നമ്മൾ അറേഞ്ച് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 1 2 4 6 8 10 12 വേർഡ്സ് ഉണ്ട് മൊത്തം. 12 വേർഡ്സിൽ പിയെ നമ്മൾ ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞു അല്ലേ? ആണോ?
പിന്നെ എത്ര വേർഡ്സ് ഉണ്ട് മിച്ചം? പിന്നെ 11 വേർഡ്സ് ഉണ്ട്. ആ 11 വേർഡ്സിനെ പെർമ്യൂട്ട് ചെയ്താൽ മതി. പി എപ്പോഴും അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നോളും. ഓക്കെ, പി എ ഒന്നും ചെയ്യണ്ട, പി എ അവിടെ ഇങ്ങനെ നമ്മൾ വെച്ചു. പിന്നെ ഉള്ള 11 വേർഡ്സിനെ നമ്മൾ പെർമ്യൂട്ട് ചെയ്യാണ്. 11 ഫാക്ടോറിയൽ ബൈ റെപ്പിറ്റേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഐ ഉണ്ടോ? ഇല്ല. എൻ എത്ര പ്രാവശ്യം ഉണ്ട്? 1 2 3. അതൊക്കെ നമ്മൾ എഴുതി വെക്കുന്നത് നല്ലതാണ്. ഐ 1, എൻ എന്ന് പറയുന്ന 1 2 3. പിന്നെ ആരാണ്? ഡി 1 2 2. ഇ 1 2 3 4. 4 3 7 3 10 ആയുള്ളൂ. ഒരാളും കൂടെ വേണമല്ലോ. സി. പിന്നെ 1 പി ആണ്. അപ്പൊ 12 വേർഡ്സ് ആയില്ലേ? ഇങ്ങനെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ, എല്ലാരും വന്നോന്ന് അറിയാനായിട്ട്. അപ്പൊ ഇനി നോക്കാം, 1 ഫാക്ടോറിയൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ആരുണ്ട്? എൻ 3 പ്രാവശ്യം ഉണ്ട്, ഡി 2 പ്രാവശ്യം ഉണ്ട്, ഇ 4 പ്രാവശ്യം ഉണ്ട്, ബാക്കിയുള്ളവർ ഓരോന്നേ ഉള്ളൂ. സോ പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. 11 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. അപ്പൊ സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ ഞാൻ തക്കാലം എഴുതി. ഈ 4 ഫാക്ടോറിയലിന് വെട്ടിക്കളയാൻ. ഇത് 1 2 3, ഇത് 1 2, ഇതും വെട്ടി. 1 2 3 എന്ന് പറയുന്നത് 6 ആണ്. 2 എന്ന് പറയുന്നത് ഇത് 2 ആയി. അപ്പൊ ഇത് 10 10 100 അവിടെ തന്നെ ആയി. 11 ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കേട്ടോ. 8 7 50 ഇൻറ്റു 9 56. So you will get 138600 എന്നൊരു വേർഡ് നമ്പർ കിട്ടും. So 1,38,600 ways you can arrange the letters starting with the P. Clear ആയോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഈ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന അതിൽ തന്നെ ഇപ്പൊ പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ദിസ് വൺ, ഹൗ മെനി സ്റ്റാർട്ട് വിത്ത് പി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, in how many ways do all the vowels occur together? ഇതിനകത്തെ വവൽസ് എല്ലാം ഒരുമിച്ച് വരണം. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന വേർഡിലെ വവൽസ് എല്ലാവരും ഒരുമിച്ചിരിക്കണം എപ്പോഴും. വവൽസ് ആരൊക്കെയാണ്? എ ഇ ഐ ഒ യു ആണ്. ഇതിനകത്തുള്ളത് ആരൊക്കെയാണ്? ഐ ഉണ്ട്, ഇ ഉണ്ട്. എത്രയുണ്ട്? 1 2 3 4 ഇ ഉണ്ട്. സോ these all should occur together. ഇവർ ഒരുമിച്ച് വരണം. അവരൊരുമിച്ച് വന്നോട്ടെ. അവരെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് നമ്മളൊരു ചാക്കുനൂലിട്ട് കെട്ടിവെച്ചു. എന്നിട്ട് in how many ways can you arrange these I and 4 E? എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? വവൽസിനെ എല്ലാത്തിനെയും കൂടെ പിടിച്ചൊരു നൂലിട്ട് കെട്ടിവെച്ചു. അത്രയും മനസ്സിലായോ? ആ മനസ്സിലായി. ഇന്ന് ഈ ഇരിക്കുന്നവരെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പാടില്ലേ? ആരെയും കുത്തി വരയ്ക്കുന്നത്? ഈ ഇരിക്കുന്നവരെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പാടില്ലേ? In how many ways? You have 5 terms. അതിൻ്റെ അകത്ത് 4 എണ്ണം റെപ്പിറ്റീഷൻ ആണ്. So in how many ways? 2. 4. അതെങ്ങനെയാ? നിങ്ങൾക്ക് 5 ലെറ്റേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. അതിനകത്ത് 4 എണ്ണം റെപ്പിറ്റീഷൻ ആണ്. റെപ്പിറ്റീഷൻ ആണ്. എങ്ങനെ അറേഞ്ച് ചെയ്യാന്നാണ് പറഞ്ഞത്? 5 factorial. 5 factorial by 4 factorial. Yes, 5 factorial by 4 factorial. 5 എണ്ണം ഉണ്ട് മൊത്തം. So 5 factorial. n ഒബ്ജക്ട്സ് ഉള്ളതിൽ റെപ്പിറ്റീഷൻ ഏതെങ്കിലും ഒരു സാധനം p ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ n ഫാക്ടോറിയൽ ബൈ p ഫാക്ടോറിയൽ ആണ്. അത് വെച്ചിട്ടല്ലേ നിങ്ങൾ ഇവിടെ എല്ലാം പ്രോബ്ലം ചെയ്തത്. സോ ഈ വവൽസിനെ എല്ലാം കൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ
അതിനകത്ത് 5 ലെറ്റേഴ്സ് ഉണ്ട്. പക്ഷെ അതിനകത്ത് ഈ റിപ്പീറ്റ് ചെയ്യുന്നു 4 ടൈംസ്. അപ്പൊ ആ റെപ്പറ്റീഷന്റെ ഇഫക്റ്റ് നമുക്ക് മാറ്റണം. സോ ദിസ് ക്യാൻ ബി ഡൺ ഇൻ 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ. ഇവരെ മാത്രം. എന്നിട്ട് ഇവരെ മാത്രം നമ്മൾ ഇങ്ങനെ ഒരു പെട്ടിക്കകത്തിട്ട് വെച്ചേക്കാണ്. ഓക്കെ, ഇവരൊരു പെട്ടിയിൽ ഇവിടെ അല്ലെങ്കിൽ ഒരു ചാക്കുനൂലിട്ട് കെട്ടി ഒരുമിച്ച് വെച്ചേക്കാണ്. പിന്നെ ആരൊക്കെയുണ്ട്? ഇവിടെ N ഉണ്ട്, D ഉണ്ട്, E നമ്മൾ എടുത്തു, P ഉണ്ട്, പിന്നെ അടുത്ത N ഉണ്ട്, അടുത്ത D ഉണ്ട്, E പോയി, എഗെയിൻ N, C. അപ്പൊ 1 2 3 4 1 2 3 4 5 6 7 8 ഒബ്ജക്ട്സ് ആയി. മനസ്സിലായോ? നിങ്ങൾക്ക് മൊത്തം 12 വേർഡ്സ് ഉണ്ട്. അതിൽ നിന്ന് ഈ മാറ്റിയ 5 പേര് പോയാൽ 7 ആണ്. അതിന്റെ കൂടെ ഇവരെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൂട്ടിക്കഴിയുമ്പോൾ ഓൾ ടുഗദർ യു ഹാവ് 8 ഒബ്ജക്ട്സ്. ഇനി ഇവരെ നമുക്ക് പെർമ്യൂട്ട് ചെയ്യണം. ഈ 8 ഒബ്ജക്ട്സിനെ പെർമ്യൂട്ട് ചെയ്യണം. എങ്ങനെയാണ്? 8 ഫാക്ടോറിയൽ ബൈ, അതിനകത്ത് റെപ്പറ്റീഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. N 3 പ്രാവശ്യം ഉണ്ട്, D 2 പ്രാവശ്യം ഉണ്ട്. സോ 8 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണ് ഇതിന്റെ പെർമിറ്റേഷൻ വരുന്നത്, ഇത്രയും കാര്യത്തിന്റെ. അതിന്റെ കൂടെ ഇവര് തന്നെ കളിക്കുന്ന പെർമിറ്റേഷനും കൂടെ കൊടുക്കണം. 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, സോ ഇതാണ് അതിന്റെ പെർമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന വേർഡിൽ വവൽസ് എല്ലാവരും എപ്പോഴും ഒരുമിച്ചിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വവൽസിനെ നമ്മൾ ആദ്യം ഒരുമിച്ചിരുത്തും. ഒരു പെട്ടിക്കകത്ത് എല്ലാത്തിനെയും അടുക്കി വെച്ചു. എന്നിട്ട് അവർ എത്ര തരത്തിൽ പെർമ്യൂട്ട് ചെയ്യുന്നു നോക്കുന്നു. അപ്പൊ 5 വവൽസ് നമുക്ക് ഇതിനകത്തുണ്ട്. അതില് ഈ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് നമ്മൾ ക്യാൻസൽ ചെയ്യാനായിട്ട് 4 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ദിസ് ഇസ് 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ. എന്നിട്ട് ആ പെട്ടി കൊണ്ട് നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് വെച്ചു. എന്നിട്ട് മൊത്തം എണ്ണി നോക്കിയപ്പോൾ 8 പേരുണ്ട്. സോ അതിനെ നമ്മൾ 8 ഫാക്ടോറിയൽ ബൈ, അതിനകത്ത് Nഉം Dയും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ദിസ് ഇസ് ദ ടോട്ടൽ പെർമിറ്റേഷൻ. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. 8 ഫാക്ടോറിയൽ ഈസ് 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഇൻറ്റു 2. 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ആണ്. ഈ ഫാക്ടോറിയൽ വെട്ടി. So you can simplify this and you are getting this as 18 16 800 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ പലപ്പോഴും പലതും ചോദിക്കാം. പിന്നെ ഇതിൽ നിന്ന് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും അവർ പറയും അങ്ങനെയാണെങ്കിൽ വവൽസ് ഒരിക്കലും അടുത്ത് വരാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇതിപ്പോ വവൽസ് അടുത്ത് വരുന്ന വവൽസ് stays together, അതാണിത്. അപ്പൊ അവർ ചോദിക്കാണ് വവൽസ് ഒരിക്കലും അടുത്ത് വരാതിരിക്കുന്ന പ്രോബബിലിറ്റി പെർമിറ്റേഷൻ എത്രയാണ്? അപ്പൊ നമ്മൾ ടോട്ടൽ പെർമിറ്റേഷൻ കാണുക. നോർമലി നമ്മൾ കണ്ടുപിടിക്കുന്ന ടോട്ടൽ പെർമിറ്റേഷൻ കാണുക, മൈനസ് ഈ വാല്യൂ കൊടുത്താൽ മതി, 16800. ടോട്ടൽ പെർമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? 12 ലെറ്റേഴ്സ് ഉണ്ട്. ആ 12 എണ്ണത്തിൽ N 3 പ്രാവശ്യം, D 2 പ്രാവശ്യം, E 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ പെർമിറ്റേഷൻ എന്ന് പറയുന്നത് you have 12 factorial by D, ഇതാണ് ടോട്ടൽ പെർമിറ്റേഷൻ, മൈനസ് വവൽസ് അടുത്തിരിക്കുന്ന 18600 ആണ്. സോ യു ഫൈൻഡ് ഔട്ട് ദാറ്റ് വാല്യൂ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇതിനകത്ത് വീണ്ടും കണക്റ്റഡ് ആയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. In how many of the arrangements do the words begin with the I and end in P? വീണ്ടും കണ്ടീഷനായി ഐയിൽ തുടങ്ങണം, പിയിൽ എൻഡ് ചെയ്യണം.
അപ്പൊ ഇവിടെ മൊത്തത്തിൽ എത്ര പേരുണ്ട്? 12 പേരുണ്ട്. അതില് ഐയിൽ തുടങ്ങാൻ വേണം, പിയിൽ എൻഡ് ചെയ്യാൻ വേണം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ അവരെ അതാത് സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി വെച്ചേക്കുക. ഐയെ ഇവിടെ ഫസ്റ്റ് തുടക്കത്തിൽ കൊണ്ടുവച്ചു, പി അവസാനം വെച്ചു. പിന്നെ ബാക്കിയുള്ളവരെ പെർമ്യൂട്ട് ചെയ്താൽ പോരെ? ബാക്കി എത്ര പേരുണ്ട്? 10. ബാക്കി 10 പേരുണ്ട്. ആ 10 പേരിൽ വീണ്ടും റെപ്പിറ്റീഷൻ ഉണ്ട്. ഡിയും ഇയും എന്നും ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? സോ യു ഫൈൻഡ് ഔട്ട് ദോസ് പെർമ്യൂട്ടേഷൻസ്. ആ 10 പേരെ നിങ്ങൾക്ക് എങ്ങനെ പെർമ്യൂട്ട് ചെയ്യാം? അപ്പൊ അതിന്റെ എല്ലാം തുടക്കത്തിൽ ഐയും അവസാനം പിയും ഉണ്ട്. ഓക്കെ. സോ ഇതാണ് ഈ 10 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നതാണ് the number of words begin with the I and end with the P എന്ന് പറയുന്നത്. ഈ വാല്യൂ കണ്ടുപിടിക്കുക. that will be the answer. Okay. മനസ്സിലായോ? ഒരു സെക്കൻഡ്. ഓക്കെ. സോ ഇങ്ങനെ പല പല കണ്ടീഷൻസ് നിങ്ങൾക്ക് തരും. ഐ ആദ്യം ഇരുന്നു, പി അവസാനം ഇരുന്നു, അല്ലെങ്കിൽ ഐയും പിയും അവിടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പല പല കണ്ടീഷൻസ് തരും. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് വിത്ത് പി, എൻഡിങ് വിത്ത് സംതിങ്. അപ്പൊ എന്താണ് അവിടെ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അവിടെ കൊണ്ടേ, ഇപ്പൊ ഐയിൽ തുടങ്ങുക പിയിൽ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം അവരെ അങ്ങോട്ട് കൊണ്ടേ സ്ഥാപിച്ചേക്കണം. പിന്നെ മിച്ചമുള്ളവരെ നമ്മൾ പെർമ്യൂട്ട് ചെയ്താൽ മതി. അതിനകത്തും ഏതെങ്കിലും ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എത്ര ടൈംസ് ആണോ അത്രയും, 2 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ യു ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അവരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പെർമിറ്റേഷൻസ് എന്ന് പറയുന്നത് 2 ഫാക്ടോറിയൽ ബേസിലാണ് വരുന്നത്. അപ്പൊ ആ ഇഫക്റ്റ് മാറ്റാനാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ. അപ്പൊ അതാണ് ഇങ്ങനത്തെ പ്രോബ്ലങ്ങളാണ് കൂടുതൽ വരുന്നത് കേട്ടോ. പെർമിറ്റേഷനിൽ നമ്മൾ ഇതിപ്പോ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തുള്ള പ്രോബ്ലംസ് ആണ്. സോ another one, if you have the word Mississippi, ഇത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. യു ഹാവ് ടു ഡു മിസിസിപ്പി ആയില്ല അല്ലെ? മിസിസിപ്പി. ഓക്കെ. മിസിസിപ്പി. So you find the total permutations of Mississippi. കണ്ടുപിടിച്ചേ. കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. You find the total permutations of Mississippi. ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് പറയാമോ? എത്ര വേർഡ്സ് ഉണ്ട്? 11. Yes, 11 factorial by m ഒന്നേ ഉള്ളൂ. I എത്രയുണ്ട്? 4. അപ്പൊ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. S എത്രയുണ്ട്? 4 ഫാക്ടോറിയൽ. പിന്നെ ആരെങ്കിലും ഉണ്ടോ? P 2 പ്രാവശ്യം. സോ ദിസ് ഇസ് ദ ടോട്ടൽ പെർമ്യൂട്ടേഷൻ. ഓക്കെ. വേണമെങ്കിൽ കണ്ടുപിടിച്ചോളൂ. കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടോ ആരുടെയും കയ്യില്? ഇല്ലെങ്കിൽ ഇറ്റ് മേ ടേക്ക് ടൈം. ഏതാണ്? 4 2 8 വെട്ടി, 3 2 6 വെട്ടി. This is 110 9 7 35. So 990 into 35. $34,650 ആണ്. 34,650 ways you can arrange the words of Mississippi. Okay.
ഇനി ഇതിനകത്ത് ചോദിക്കാണ് ഇൻ ഹൗ മെനി വേസ് യു ക്യാൻ പെർമ്യൂട്ട് വേർ ഓൾ 4 i's ആർ ടുഗെദർ. ഐ എല്ലാം കൂടെ ഒരുമിച്ചിരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഐ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വെച്ചേക്കണം. ഐ ഒരുമിച്ചായി. പിന്നെ ആരൊക്കെയുണ്ട്? എം ഉണ്ട്, 1 2 3 4 എസ് ഉണ്ട്, 2 പി ഉണ്ട്. ഓക്കെ. അപ്പൊ ഐ എല്ലാം കൂടെ ഒരുമിച്ച് വന്നു കഴിയുമ്പോ എത്ര ഒബ്ജക്ട്സ് ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 6 7 8. സോ ഐ എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്ന പെർമിറ്റേഷൻ എന്ന് പറയുന്നത് 8 ഫാക്ടോറിയൽ ബൈ എന്താണ് ഇവിടെ 4 എസ് ഉണ്ട്, 2 പി ഉണ്ട്, ഇൻറ്റു ഐ എല്ലാം കൂടെ ഒരുമിച്ചുള്ള പെർമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 4 അതില് 4 ഐയും റെപ്പിറ്റേഷൻ ആണ്. സോ ദിസ് ഹാപ്പൻസ് ഓൺലി ഇൻ വൺ വേ. 4 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യു ആർ ഗെറ്റിംഗ് ദിസ് ആസ് 840. ഓക്കെ. അപ്പൊ ഇനി ഐ ഒരുമിച്ച് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പെർമിറ്റേഷൻസ് വേർ ഐസ് ആർ നോട്ട് ടുഗെദർ എന്ത് വരും? നമ്മൾ ആദ്യം ടോട്ടൽ പെർമിറ്റേഷൻസ് കണ്ടുവച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഐ ഉള്ള പെർമിറ്റേഷൻസ് കുറയ്ക്കുക. ദാറ്റ് വിൽ ബി ദ നമ്പർ ഓഫ് പെർമിറ്റേഷൻസ് വേർ ഐസ് ആർ നോട്ട് ടുഗെദർ. ഓക്കെ. Okay. അപ്പൊ ഇത് നല്ല രസമല്ലേ ഇങ്ങനെ പ്രോബ്ലം ചെയ്യാൻ? ആണോ? വേറൊന്നും തരാം. പെർമിറ്റേഷൻ എന്ന് പറയുന്ന ലെറ്റർ എടുത്തു, വേർഡ് എടുത്തു. പെർമിറ്റേഷൻസ്. നൗ you have to arrange the word start with P and end with S. P യിൽ തുടങ്ങുകയും S ൽ അവസാനിക്കുകയും ചെയ്യുന്ന വേർഡ്സ് വേണം. So you fix P in the first place, S in the last place. ബാക്കി എത്ര പേരുണ്ടെന്ന് നോക്കുക. 3 3 6 8 10 12 പേരുണ്ട്. 12 പേരിൽ 2 പേരെ നമ്മൾ ഓരോ പ്ലേസിൽ കൊണ്ട് ഫിക്സ് ചെയ്തു. Then you are left with 10 letters. So 10 factorial by repetition ഉണ്ടോ നോക്കുക. ഇ ഇല്ല, ആർ ഇല്ല, എം ഇല്ല, യു, ടി. ടി 2 പ്രാവശ്യം ഉണ്ട്. ടി മാത്രമേ ഉള്ളൂ അല്ലേ? So this is 10 factorial by 2 factorial. അതാണ് പിയിൽ തുടങ്ങി എൻഡിൽ എസ് ൽ അവസാനിക്കുന്ന ലെറ്റേഴ്സിന്റെ പെർമിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ചോദിക്കുകയാണ് വവൽസ് ആർ ഓൾ ടുഗെദർ. വവൽസ് ആർ ടുഗെദർ. ഇതിനകത്തെ വവൽസ് ആരൊക്കെയാന്ന് ആദ്യം കണ്ടുപിടിക്കുക. ഇ ഉണ്ട്, യു ഉണ്ട്, യു ഉണ്ട്, എ ഉണ്ട്, ഐ ഉണ്ട്, പിന്നെ ആരാണ്? ഓ ഉണ്ട് അല്ലേ? എല്ലാരും ഉണ്ടല്ലേ? എ, ഇ, ഐ, ഒ, യു all are together. Okay. അപ്പൊ വവൽസ്, ഈ വേർഡിലെ വവൽസിനെ എല്ലാത്തിനെയും നമ്മൾ ഒരുമിച്ചെടുത്തു. In how many ways they can be permuted? ഇവരെ എത്ര തരത്തിൽ പെർമ്യൂട്ട് ചെയ്യാം? 5 factorial ways. They are all different. അപ്പൊ അവരെ തന്നെ നമുക്ക് 5 factorial waysൽ പെർമ്യൂട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇവരെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് ചാക്കുനൂലിട്ട് കെട്ടിവെച്ചു. മിച്ചമുള്ളവരെ എഴുതി. പി, പിന്നെ ആരാണ്? ആർ, എം, ടി, ടി, എൻ, എസ്. So 1 2 3 4 5 6 7 8. In how many ways can you permute? 8 factorial by repetition. ആരാണ്? ടി മാത്രമല്ലേ ഉള്ളൂ. By 2 factorial into എന്താണ്? 5 factorial. 5 factorial. Good. So simple. നല്ല രസല്ലേ? ഓക്കെ. അപ്പോൾ ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. മനസ്സിലായില്ലെങ്കിൽ അടുത്ത ദിവസം ചോദിക്കുക. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ നോട്ട് ഇട്ടേക്കാം. ദീസ് ആർ ഓൾ. നമ്മളൊരു ഇൻട്രസ്റ്റോടെ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ രസമാണ്. പുസ്തകത്തിലെ പ്രോബ്ലങ്ങളും ചെയ്തു നോക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ. അറ്റൻഡൻസ് എല്ലാവരും ഇട്ടതാണോ?
Okay, thank you. Thank Thank you. you. Miss. Thank you.